ആഴ്ചയിൽ ഒരു തവണ ട്രംപിനെ കാണാൻ പോകുന്ന പ്രധാനമന്ത്രിയോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. താങ്കളുടെ ഫ്രണ്ട്സ് എന്ത് കൊടും ക്രൂരതയാണ് കാണിച്ചത്. നമ്മുടെ സഹോദരങ്ങളുടെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് മുറുക്കി ലോക പോലീസിന്റെ മിലിറ്ററി ഫ്ലൈറ്റ് 40 മണിക്കൂറിലധികം ദുരിതയാത്ര കൊണ്ടാണ് ഇന്ത്യയിൽ അവരെ എത്തിച്ചത്. രേഖകളില്ലാതെ അവർ രാജ്യത്ത് തങ്ങിയത് തെറ്റാണ്. അത് ഞാനും സമ്മതിക്കും. ഒന്നോർക്കണം, അവർ പിടിച്ചു പറിക്കാരല്ല, ക്രിമിനലല്ല, വെറും സാധാരണക്കാരാണ്. ഒരു കാര്യം ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോട് ഞാൻ ഓർപ്പിക്കുന്നു, രാഷ്ട്ര ചരിത്രം അത് വായിച്ചാൽ മനസ്സിലാവും. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അന്ധമായ ഇന്ത്യൻ വിരോധത്തിൽ അമേരിക്ക പാകിസ്ഥാൻ പക്ഷപാതികൾ ഒരു സുപ്രഭാതത്തിൽ വൈറ്റ് ഹൗസിൽ നിന്ന് നമുക്കൊരു കോൾ വന്നു നമ്മുടെ രാജ്യത്തേക്ക്. പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യ ആയുധം താഴെ വെക്കണമെന്നും അല്ലെങ്കിൽ 7ാം പടക്കപ്പൽ ഇന്ത്യൻ സമുദ്ര അതിർത്തി ലംഘിച്ച് ഇന്ത്യയിൽ എത്തുമെന്നും വൈറ്റ് ഹൗസിൽ നിന്നൊരു ഭീഷണി. അതിന് അയൺ ലേഡി കൊടുത്ത ഒരു മറുപടിയുണ്ട് അമേരിക്കയ്ക്ക്. 7ാം കപ്പൽ പടയെ വിടണോ വേണ്ടയോ എന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കും. പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി ലംഘിച്ചാൽ ലോക പോലീസേ, നിങ്ങളുടെ കപ്പലും അതിലെ പട്ടാളക്കാരന് ജീവനോടെ പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇത് ഇന്ത്യയുടെ അയൺ ലേഡി കൊടുത്ത ഒരു മറുപടിയാണ്. ആ വനിതയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. ഇന്ന് ഇന്ത്യ ഒത്തിരി മാറി സൂപ്പർ പവറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ലോക സൈനിക ശക്തിയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയെ ആക്രമിക്കണോ വേണ്ടയോ എന്ന് പല രാജ്യങ്ങൾ പലവട്ടം ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മുടെ രാജ്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത്? ലോക പോലീസിനെതിരെ ഒരു വാക്കുകൾ കൊണ്ട് പോലും ഉരിയാടാത്തത്? ഞാനും എന്നെപ്പോലുള്ള കോടിക്കണക്കിന് സഹോദരന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ്.